അപ്പോൾ ഈ വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയായിരുന്ന സലാർ പാർട്ട് 1 സീസ് ഫയർ, ഈ സിനിമയുടെ വീഡിയോ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 7 മണിക്ക് ഏരിസ് പ്ലക്സ് ഓടി 1 മലയാളം വെർഷനാണ് സലാർ ഞാൻ കണ്ടത്. KGF എടുത്ത പ്രശാന്ത് നീൽ, അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഈ സിനിമ. പ്രഭാസ്, പൃഥ്വിരാജ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ട് 2 മണിക്കൂർ 52 മിനിറ്റ്, ഏറെക്കുറെ ഒരു 3 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട് പടം. സിനിമ സലാറിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞ കാര്യമാണ് KGF പോലെ ഇരിക്കുന്നു. ശരിയാണ്, KGFൻ്റെ റെപ്ലിക്ക തന്നെയാണ് സിനിമ. പക്ഷേ സിനിമ വേറൊരു വേൾഡാണ് ഈ സിനിമയിൽ പ്രശാന്ത് നീൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പല സീൻസും അല്ലെങ്കിൽ ഈ സിനിമയുടെ പല ഫ്രെയിംസും ഒക്കെ കാണുമ്പോൾ നമുക്ക് KGFനെ ഓർമ്മ വരും. അങ്ങനെയാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. പക്ഷേ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KGF തരുന്ന ഇമ്പാക്റ്റിൻ്റെ 10% പോലും സലാർ തരുന്നില്ല. അതാണ് സത്യം. ഇപ്പോൾ KGF നമുക്ക് ഭയങ്കര ഗൂസ് ബമ്പ് തന്ന ഫീലാണ് പലർക്കും. KGF ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും ഒക്കെ. അതിൽ റോക്കി ബോയ് ഒക്കെ എന്ത് കിടുവായിരുന്നു. ഇതിൽ ഈ സിനിമ വരുമ്പോൾ പ്രഭാസിൻ്റെ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ അവസാനം ഇറങ്ങിയ പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, ഇമ്പാക്റ്റ് ഉണ്ട്, മാസുണ്ട്, സ്വാഗുണ്ട്. പക്ഷേ അത് ഒഴിച്ചു വെച്ചാൽ ഈ സിനിമയിൽ ഏറെക്കുറെ 3 മണിക്കൂറിൽ കഥ പറയുമ്പോൾ ആ പ്രഭാസിനെ കുറച്ച് ആക്ഷൻ സീൻസ് അല്ലാതെ ഒരുപാട് ബോറടിപ്പിക്കുന്ന, ലാഗടിപ്പിക്കുന്ന ഒരുപാട് സീനുണ്ട്. ഇതിൽ ഖാൻ സാർ എന്ന് പറയുന്ന ഒരു വേൾഡ് പ്രശാന്ത് നീൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. പക്ഷേ ആ വേൾഡ് ബിൽഡ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടിക്കളഞ്ഞു. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രഭാസിൻ്റെ ഒരു ആക്ഷൻ വരുന്നത് ഒരു 50 മിനിറ്റൊക്കെ കഴിയുമ്പോഴാണ്. ആ ആക്ഷൻ സീൻസ് നല്ല രസമായിരുന്നു, ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു കോൾ മൈൻ ഫീൽഡിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ. പിന്നെ ഇൻ്റർവൽ ബ്ലോക്കിലെ ഒരു ഫൈറ്റ്, അതും കൊള്ളായിരുന്നു. ഇൻ്റർവൽ ബ്ലോക്കിൽ ഒരു പഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഈ ഒരു ഖാൻ സാർ വേൾഡിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞ് പോയിട്ട് ഫൈറ്റ് വരുന്നത് കുറേ കഴിഞ്ഞാണ്. ആ ഫൈറ്റ് കൊള്ളാം. പിന്നെ ക്ലൈമാക്സ് ആയിട്ടുള്ള അതിൽ വരുന്ന സംഭവങ്ങൾ കൊള്ളാം. പിന്നെ എൻഡ് ട്വിസ്റ്റ്, അതും കൊള്ളാം. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ തന്നെ ഒരു 3 മണിക്കൂർ പടത്തിൽ ഒരു മണിക്കൂർ നല്ല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് നമുക്ക് പഞ്ചായിട്ടുള്ള ആക്ഷൻ സീൻസൊക്കെ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ കണക്റ്റോ ഈ സിനിമ പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അല്ലാതെ പല സീൻസായാലും ഭയങ്കര ഫ്ലാറ്റായിട്ട് പോകുന്നു. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് മിസ്കാസ്റ്റ് ഉണ്ട്. പ്രഭാസും പൃഥ്വിരാജും ഓക്കെ. അപ്പോൾ പൃഥ്വിരാജിൻ്റെ കാസ്റ്റിംഗ് തന്നെ, പൃഥ്വിരാജിന് ഈ റോൾ ചെയ്യണമെന്നില്ല. വരദരാജ മന്നാർ എന്ന് പറയുന്ന കഥാപാത്രം പൃഥ്വിരാജ് തന്നെ ചെയ്യണമെന്നില്ല, വേറെ ആരെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. പൃഥ്വിരാജ് അങ്ങനെ ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ റോളൊന്നും അല്ല. ഇൻ്റർവെല്ലിന് തൊട്ടടുപ്പിച്ചാണ് പൃഥ്വിരാജ് വരുന്നത്. സെക്കൻഡ് ഹാഫിലൊക്കെ ഉണ്ട്. പക്ഷേ പൃഥ്വിരാജും പ്രഭാസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും നമുക്ക് അങ്ങോട്ട് ഫീൽ ആവുന്നില്ല. അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇതിൽ അമ്മയായിട്ട് ഈശ്വരി റാവു അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഒരു പ്ലാസ്റ്റിക് കത്തിയുടെ ഒരു സീനുണ്ട്. അങ്ങനെയുള്ളൊരു ഡയലോഗൊക്കെ എന്തിന് പ്രശാന്ത് നീൽ അങ്ങനെ വെച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ബിൽഡപ്പ്, ഹീറോയ്ക്ക് ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് കത്തിയുടെ കേസൊക്കെ അന്യായം, കുറച്ച് കൂടിപ്പോയി. പിന്നെ ശ്രുതി ഹാസൻ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളൊന്നും ഇമ്പാക്റ്റ് ഇല്ല. ശ്രുതി ഹാസൻ, ഈശ്വരി റാവു, എന്താ പറയുക, അങ്ങനെ ആർക്കും ഒരു ഇമ്പാക്റ്റ് ഇല്ല. അതേസമയം KGFലൊക്കെ ആ ഒരു അമ്മ വേഷം അല്ലെങ്കിൽ റവീന ടണ്ണിൻ്റെ വേഷമൊക്കെ എന്ത് രസമായിരുന്നു. പിന്നെ ഈ സിനിമയിൽ BGM, രവി ബാസു റാന്നിയാണ് BGM ഇതിലും ചെയ്തിരിക്കുന്നത്. പക്ഷേ അതും ഒരു തണുത്ത പ്രതീതിയാണ് ഉളവാക്കിയത്. KGFലൊക്കെ എന്ത് കിടിലം BGM ഉണ്ടായിരുന്നു. ഈ സിനിമ പറയുമ്പോൾ KGF പറയാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം KGF ആയിട്ട് താരതമ്യം വരും, ഷുവറാണ്. കാരണം അങ്ങനെ തന്നെയാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. KGFൽ നിന്ന് കുറച്ചധികം മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ പല സീൻസും നമ്മൾ KGF ഈ സിനിമ കണ്ടുകൊണ്ടെങ്കിൽ KGFൽ അയ്യോ അങ്ങനെ ഇത്രയും ഇമ്പാക്റ്റ് കിട്ടി, ഇതിൽ ഇത്രയും ഇമ്പാക്റ്റ് കിട്ടിയില്ല എന്ന് സ്വാഭാവികമായിട്ട് ഓർക്കും. പിന്നെ പ്രഭാസ് ഫാൻസിന് കുറേ കാലത്തിന് ശേഷം പുള്ളിയുടെ ഒരു മാസ് മസാല സ്വാഗായിട്ടുള്ള കുറച്ച് സീൻ കിട്ടി. പുള്ളിയുടെ ലുക്കൊക്കെ ഒന്ന് മാറി പഴയ പ്രഭാസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ആക്ഷൻ സീൻസും കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട്. ഈ ട്രെയിലർ, ആദ്യം വന്ന ട്രെയിലർ ടീസറിൽ ദിനോസർ എന്നൊക്കെ പറയില്ല, ഡൈനോസർ എന്നൊക്കെ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ല പടത്തിൽ. നമുക്ക് വെറുതെ കണ്ടിരിക്കാം. പലരും KGF കണ്ട പ്രതീക്ഷയിലായിരിക്കും ഈ സിനിമ കാണാൻ വരുന്നത്. ഇതിനൊരു സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പക്ഷേ KGFൽ നമുക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിൽ സെക്കൻഡ് പാർട്ട് വരുമെന്നൊക്കെ പറയുമ്പോൾ വന്നാൽ കാണാം, വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നൊരു ഫീലാണ്. ഇതിൽ പറഞ്ഞില്ലേ, ഒരുപാട് പാളിച്ചകൾ ഈ ഒരു സ്ക്രിപ്റ്റിലും ഒക്കെ വന്നിട്ടുണ്ട്, എക്സിക്യൂഷനിലൊക്കെ വന്നിട്ടുണ്ട്. ആക്ഷൻ സീൻസ് മാത്രം കുറേയൊക്കെ കൊള്ളാം. ആക്ഷൻ സീൻസും ചിലതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഗൂസ്ബമ്പൊന്നും തോന്നില്ല. ചില ആക്ഷൻ സീൻസൊക്കെ കൊള്ളാം. എന്തായാലും ക്ലൈമാക്സിൽ അവരൊരു ട്വിസ്റ്റൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ട്വിസ്റ്റിനൊക്കെ നമ്മൾ പറയില്ല, ഓൾവേസ് അതിനു മുമ്പേ സിനിമയിൽ നമുക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ ആ ഏരിയയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സലാർ എന്നെ സംബന്ധിച്ചൊരു ആവറേജ് മൂവിയാണ്. വേണമെങ്കിൽ ആവറേജിന് താഴെയും എന്നൊക്കെ പറയാം. പലർക്കും ചിലപ്പോൾ ഒരു നിരാശയൊക്കെ തോന്നുമായിരിക്കും സലാർ, കാരണം KGF പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ. എന്തായാലും ഈ വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ ഇതാണ് സലാർ പാർട്ട് 1 സീസ് ഫയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പ്രതീക്ഷകളൊക്കെ മാറ്റി വെച്ചിട്ട് KGFൻ്റെ ആ ഒരു പ്രതീക്ഷകളൊക്കെ മാറ്റി വെച്ചിട്ട് കണ്ടു നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഇതാണ് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ പിന്നീട് കാണാം.